നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബാലൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഫൈലം സീലൻട്രേറ്റ എന്നുള്ള ക്ലാസ് ആണ് നമ്മളുടേത്. കേരള PSC HSC നാച്ചുറൽ സയൻസിനും കേറ്ററ്റിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായകരമായ ഒരു ക്ലാസ് ആണ്. ഫൈലം സീലൻട്രേറ്റയെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഇത് നമ്മുടെ HSC സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇപ്പോൾ ഫൈലം സീലൻട്രേറ്റ നൈഡേറിയ എന്നും അറിയപ്പെടുന്നുണ്ട്. സീലൻട്രേറ്റുകൾ ആ കശേരുകികളുടെ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് നോൺ കോഡേറ്റ്സിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. അതായത് നോൺ കോഡേറ്റഡ് വിഭാഗത്തിൽപ്പെടുന്ന ആ കശേരുകികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ലളിതമായ ബഹുകോശ ജീവികളാണ് സീലൻട്രേറ്റുകൾ. റേഡിയലി സിമെട്രിക് ആയിട്ടുള്ള ശരീരവും ഇരയെ എളുപ്പത്തിൽ പിടിക്കാൻ സഹായിക്കുന്ന സെൻസറി ടെന്റക്കിളുകളുള്ള വായയും ഉള്ള സമുദ്രജീവികളാണ് ഫൈലം സീലൻട്രേറ്റിൽ ഉൾപ്പെടുന്നത്. അതായത് ഫൈലം സീലൻട്രേറ്റിൽ ഉൾപ്പെടുന്ന ജീവികൾ എങ്ങനെയുള്ളവയാണ്? റേഡിയലി സിമെട്രിക് ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാകും. അതുപോലെ തന്നെ അവയുടെ വായയുടെ ചുറ്റിനും ഇരയെ എളുപ്പം പിടിക്കാൻ സഹായിക്കുന്ന സെൻസറി ടെന്റക്കിൾസ് ഉള്ള തരം ജീവികളെയാണ് ഫൈലം സീലൻട്രേറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവയുടെ ശരീരത്തിലും ഗ്രാഹികളിലും നൈഡോബ്ലാസ്റ്റ് അഥവാ നൈഡോസൈറ്റ് എന്നറിയപ്പെടുന്ന ദംശന കോശങ്ങൾ, അതായത് സ്റ്റിങ്ങിങ് സെൽസ് ഉള്ളതിനാലാണ് ഇവയെ നൈഡേറിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ ജീവികള് കൂടുതലും ജലജീവികളാണ്, അത് അക്വാട്ടിക് ആണ്. ചിലത് സമുദ്രജലത്തിലും ചിലത് ശുദ്ധജലത്തിലും വസിക്കുന്നു. അതായത് മറൈൻ ഫോംസും ഉണ്ട്. ഇപ്പൊ സിയനിമോൺ പോലുള്ള, സിയനിമോൺ കോറൽസ് ഒക്കെ പോലുള്ള മറൈൻ ഫോംസും ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്ര പോലുള്ള ഫ്രഷ് വാട്ടർ ഫോംസും കാണപ്പെടുന്നു. ഇവ ഒബീലിയെ പോലെ ചിലപ്പോൾ കോളനികളിലായിട്ടായിരിക്കാം ജീവിക്കുന്നത്. കൊളോണിയൽ ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഹൈഡ്രയെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കാം. ചില ജീവികൾ ഒറേലിയെ പോലെ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്നവയോ സ്വതന്ത്രമായി നീന്തുന്നവയോ ആയിരിക്കാം. അത് ഫ്രീ സ്വിമ്മിങ് ഫോംസ് ആയിരിക്കാം. ചില സബ്സ്ട്രേറ്റത്തിൽ, അതായത് ജലത്തിൽ നിമഗ്നമായിട്ടുള്ള ജലത്തിനടിയിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച്, പവിഴപ്പുറ്റുകളെ പോലെ ജലത്തിനടിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ജീവികളും ഉണ്ട്. ഇവയുടെ ശരീരങ്ങൾ കൂടുതലും സിലിണ്ടർ ആകൃതിയിലുള്ളതോ പരന്നതോ അല്ലെങ്കിൽ ഒരു കപ്പിന്റെ ആകൃതിയോട് സാമ്യമുള്ളതോ ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും ഇവരുടെ ബോഡിക്ക് കാണപ്പെടുന്നത്. റേഡിയൽ സിമെട്രിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവ ടിഷ്യൂ ഗ്രേഡ് ശരീരഘടനയുള്ള ബഹുകോശ ജീവികളാണ്. ഇവയുടെ ശരീരഭിത്തി ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷന്റെ ബേസിസിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്താണ്, റേഡിയൽ സിമെട്രി എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിയില്ലാത്തവര് ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉള്ള ക്ലാസ് കണ്ടു നോക്കുക. അപ്പൊ ഇവിടെ ശരീരങ്ങൾ റേഡിയൽ സിമെട്രിക് ആണ്. അതുപോലെ ടിഷ്യൂ ഗ്രേഡ് ബോഡി സ്ട്രക്ചർ ആണുള്ളത്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്ടോഡേമും എൻഡോഡേമും ഉണ്ടാവും അല്ലെ. ഇവരുടെ എക്ടോഡേമിന് എപ്പിഡെർമിസ് എന്നും എൻഡോഡേമിന് ഗ്യാസ്ട്രോഡെർമിസും എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് മീസോഗ്ലിയയുടെ ഒരു എസെല്ലുലാർ ആയിട്ടുള്ള ഒരു ജെലാറ്റിനസ് ലെയർ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ എസിലോമേറ്റ് ഓർഗാനിസംസ് ആണ്. യാതൊരു വിധത്തിലുള്ള സ്കെലിറ്റൽ സ്ട്രക്ചറും ഇതിൽ കാണപ്പെടുന്നില്ല. പക്ഷെ ചില കോറൽസ് പോലെ, പവിഴപ്പുറ്റുകൾ പോലുള്ള പോളിപ്പുകൾ കാൽഷ്യം കാർബണേറ്റ് പോലുള്ള ധാതുക്കൾ കൊണ്ട് പോറസ് ആയിട്ടുള്ള ഒരു സ്കെലിറ്റൻ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ശരീരം വളരെ ടെൻഡർ ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട്, അവര് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ഔട്ടർ കവറിങ് അവര് ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് ഒരു ബോഡിയിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒരു സ്കെലിറ്റൽ ഫോം കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, രക്തചംക്രമണ, ശ്വസന, വിസർജന അവയവങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. നമുക്കറിയാം ഇത് ഒരു ലോവർ ഓർഗാനിസം ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ അല്ല, ടിഷ്യൂ ഗ്രേഡ് ആണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇവയുടെ ബോഡി വോള് തന്നെയാണ് ഇവയുടെ റെസ്പിറേഷനും സർക്കുലേഷനും റെസ്പിറേഷനും എക്സ്ക്രീഷൻ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സർക്കുലേഷനും ജനറൽ ബോഡി വോളിൽ കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സീലൻട്രോൺ എന്ന് പറയുന്ന ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. അതിനുള്ളിൽ കൂടിയാണ് അതിന്റെ സർക്കുലേഷൻ ഒക്കെ നടക്കുന്നത്. സീലൻട്രേറ്റുകൾക്ക് ഹോളോസോയിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആണ് ഉള്ളത്. ഇനി ഇവരുടെ ദഹന രീതി ഡൈജഷൻ ഇൻട്രാസെല്ലുലാർ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാറും ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു കേന്ദ്ര ആമാശയ സംവഹനം അറിയേണ്ടത്. അതായത് ഇവരുടെ ബോഡിക്കുള്ളിൽ
ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന ഈ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിനെ സീലൻട്രോൺ എന്നാണ് പറയുക. ഈ സീലൻട്രോൺ എന്ന ഈ പൊള്ളയായ ആന്തരിക അറയാണ് ഇവരുടെ കുടലിന്റെ പ്രവർത്തനം ഗട്ടായിട്ട് ചെയ്യുന്നത്. ഈ ജീവികൾ വായിലൂടെയാണ് ആഹാര സമ്പാദനവും വിസർജനവും നടത്തുന്നത്. അതായത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനത്തെ ഉള്ളതാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് രണ്ടും വിസർജനവും അതുപോലെ തന്നെ ആഹാര സമ്പാദനവും സിംഗിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ് നടക്കുക. ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ് നടക്കുന്നത്. ഈ ജീവികളുടെ വായയില് നെമാറ്റോസിസ്റ്റുകളുള്ള ടെന്റക്കിളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇരപിടിക്കാനും ഭക്ഷിക്കാനും പ്രതിരോധ ആവശ്യങ്ങൾക്കും, അതായത് ഡിഫൻസ് മെക്കാനിസം ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നെമാറ്റോസിസ്റ്റുകൾ. ഈ ജീവിയുടെ ടെന്റക്കിളുകളിൽ നിഡോബ്ലാസ്റ്റുകൾ അടങ്ങിയിരിക്കുന്നു. അതായത് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ലിനുള്ളിലാണ് ഈ നെമാറ്റോസിസ്റ്റുകൾ കാണപ്പെടുക. അവരുടെ സ്ട്രക്ചർ സൈഡിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇതാണ് നിഡോബ്ലാസ്റ്റ് സെല്ല്, സ്റ്റിങ്ങിങ് സെൽസ് എന്നറിയപ്പെടുന്നത്. അതിനുള്ളിലാണ് നെമാറ്റോസിസ്റ്റുകൾ കാണപ്പെടുക. പോയിസണസ് ആണ്. ഹിപ്നോടോക്സിൻ എന്ന കെമിക്കൽസ് ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ സ്വയം പ്രതിരോധത്തിനോ ഇരയെ ആക്രമിച്ച് തളർത്തുന്നതിനോ ഉപയോഗപ്രദമാണ്. പിന്നെ ഇവരുടെ പൊതുവായ ചലനത്തിന് വേണ്ടിയിട്ടും ടെന്റക്കിളുകൾ, അതുപോലെ തന്നെ അവരുടെ ബോഡിയിലുള്ള ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവര് മൂവ് ചെയ്യുക. സിലിണ്ടറേറ്റുകൾ ശരീരമാകെ വ്യാപിച്ചു കിടക്കുന്ന നാഡീകോശങ്ങളാണ് കാണപ്പെടുന്നത് ഈ ജീവികൾക്ക് തലച്ചോറില്ല. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ് ഇതിൽ കാണുക. അതുപോലെ തന്നെ റീപ്രൊഡക്ഷന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ സെക്ഷൽ രീതിയും അസെക്ഷൽ രീതിയിലും റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ലൈംഗിക രീതിയിലും അലൈംഗിക രീതിയിലും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഗാമേറ്റുകളുടെ ഫ്യൂഷൻ വഴി ബീജകോശങ്ങളുടെ സംയോജന രീതിയിലൂടെയാണ് ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നതെങ്കിൽ ഫിഷൻ, ബഡ്ഡിംഗ് മുതലായ പ്രക്രിയയിലൂടെയാണ്, അതായത് വിഭജനം, മുകുളനം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സിലിണ്ടറേറ്റുകളിൽ പുനരുജ്ജീവന പ്രക്രിയ, അതായത് റീജനറേഷൻ കപ്പാസിറ്റി നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ജീവികൾ പോളിമോർഫിസം എന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത് കേട്ടോ, പോളിമോർഫിസം. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. പാരസിറ്റിക് പ്രോട്ടോസോന്റെ കേസിൽ നമ്മൾ പോളിമോർഫിസം എന്താണെന്ന് പഠിച്ചതാണ് അല്ലെ. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവി തന്നെ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന, ഒരു മുഖം മാത്രമല്ല പല മുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ജീവിക്ക് പല രൂപങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ജീവിതചക്രത്തില് ഇവര് മെഡൂസ എന്ന ഒരു സെക്ഷൽ രൂപത്തിലും പോളിപ്പ് എന്ന ഒരു അലൈംഗിക രൂപത്തിൽ, അതായത് അസെക്ഷൽ ഫോമിലും കാണപ്പെടുന്നു. മെഡൂസ എന്നുള്ളത് സെക്ഷൽ ഫോം ആണ്, പോളിപ്പ് എന്നുള്ളത് അസെക്ഷൽ ഫോം ആണ്. അങ്ങനെ രണ്ട് രൂപത്തിലാണ് ഇവര് കാണപ്പെടുക. പോളിപ്സിന് എക്സോസ്കെൽറ്റനും എൻഡോസ്കെൽറ്റനും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതാണ് പോളിപ്പും മെഡൂസയും. പോളിപ്പ് എന്ന് പറയുമ്പോൾ ഒരു അപ്വേർഡ്ലി ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് തുറന്നിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുക. അതുപോലെ തന്നെ ഇത് സെസൈൽ ആണ്, എവിടെയെങ്കിലും ഫിക്സ്ഡ് ആയിട്ടാണ് കാണപ്പെടുക. ഏതെങ്കിലും വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചാണ് ഈ പോളിപ്പുകൾ വളരുന്നത്. അതുപോലെ തന്നെ അതിന്റെ മൗത്ത് ആൻഡ് എനസ് എന്നുള്ള പോർഷൻ, അതായത് നോക്കിക്കേ, ഈ പോർഷൻ ഹൈപ്പോസ്റ്റോം എന്നുള്ളത് എപ്പോഴും അപ്വേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ടായിരിക്കും കാണുക. ഈ ഭാഗം എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച്, ബേസ് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ട് ആയിരിക്കും കാണുക. ടെന്റക്കിൾസുകൾ ധാരാളം കാണപ്പെടുന്നുണ്ട്. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ സെൻട്രൽ ക്യാവിറ്റിനെയാണ് പറയുക. അതുപോലെ തന്നെ അതിന്റെ ബോഡി വോളില് എൻഡോഡേം, ഗ്യാസ്ട്രോഡേമിസ്, അതുപോലെ തന്നെ എക്ടോഡേം എന്നുള്ളത് എപ്പിഡെർമിസ്, ഇൻ ബിറ്റ്വീൻ മീസോഗ്ലിയ എന്നൊരു ജലാറ്റിനസ് ലെയറും കാണുന്നു. ഇങ്ങനെ ടെന്റക്കിൾസും ഹൈപ്പോസ്റ്റോമും മൗത്തും ഒക്കെ ശരിക്കും ഈ ലോവർ സൈഡിലേക്ക്, അതായത് ഡൗൺവേർഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു അംബ്രല്ല ഷേപ്പിൽ കാണപ്പെടുന്ന ഫോംസ് ആണ് മെഡൂസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെഡൂസയും ഇത് പോളിപ്പും, ഇങ്ങനെ രണ്ട് ഫോമിലാണ് സിലിണ്ടറേറ്റുകൾ സാധാരണ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പോളിമോർഫിസം ഉണ്ടെന്ന് പറയുന്നത്. മെഡൂസ സെക്ഷൽ ഫോമും പോളിപ്പ് അസെക്ഷൽ ഫോമുമാണ്. നൈഡേറിയകൾ അവയുടെ ജീവിതചക്രത്തില് പോളിപ്പ്, മെഡൂസ എന്നീ രണ്ട് ശരീരഘടനകളും ഇടവിട്ട് ആവർത്തിക്കുന്നുണ്ട്. പോളിപ്പിൽ നിന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി മെഡൂസ ഉണ്ടാകും. മെഡൂസയിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പോളിപ്പ് ഉണ്ടാകുന്നത്. ഈ പ്രതിഭാസത്തെ തലമുറകളുടെ അനുവർത്തനം അഥവാ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതിന് മറ്റൊരു പേരുണ്ട് മെറ്റാജെനിസിസ്.
നമ്മൾ വേറൊരു ടേം ഇതേപോലെ പഠിച്ചല്ലോ, ഏതായിരുന്നു? മെറ്റാമെറിസം അല്ലേ? മെറ്റാമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി സെഗ്മെന്റേഷനെയാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഇത് മെറ്റാജെനിസിസ് ആണ് കാണപ്പെടുക. ഇത് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാർവ പ്ലാനുല എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സീലിയേറ്റഡ് ലാർവയാണ്, സ്വതന്ത്രമായിട്ട് നീന്താൻ കഴിവുള്ള ലാർവയാണ്. ഇനി ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒബീലിയ, ഹൈഡ്ര, മെട്രിഡിയം, റൈസോസ്റ്റോമ, സേനിയ, ഔറേലിയ മുതലായവയാണ് സിലിൻഡ്രേറ്റയ്ക്ക് എക്സാമ്പിൾസ്. ഇവിടെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെനിസിസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒബീലിയയിലെ ഒരു മെറ്റാജെനിസിസ് ആണ് കാണിക്കുന്നത്. ഒബീലിയ ഒരു കൊളോണിയൽ ഫോം ആണ്. അപ്പൊ ഇത് നോക്കി, ഇതൊരു പോളിപ്പ് ഫോം ആണ്. പോളിപ്പ് ഫോമിൽ നിന്ന് മെഡൂസാസ് ഇങ്ങനെ കണ്ടോ, ബഡ് പോലെ വന്ന് അത് റൈസ് ചെയ്യും. ഫിഷൻ നടന്ന് പിന്നെ കഴിഞ്ഞിട്ട് ബഡ് പോലെ വന്ന് അതിൽ നിന്ന് മെഡൂസ പ്രൊഡ്യൂസ് ചെയ്യും. മെഡൂസ എന്ന് പറയുന്നത് സെക്ഷൽ ഫോംസ് ആണ്. അത് എഗ്ഗിനെയും അതുപോലെ തന്നെ സ്പേമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എഗ്ഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും ബ്ലാസ്റ്റില അതുപോലെ തന്നെ പ്ലാനുല ലാർവ ഉണ്ടാവുകയും പ്ലാനുല ലാർവ ഏതെങ്കിലും സബ്സ്ട്രേറ്റത്തിൽ ചെന്ന് പറ്റി പിടിച്ചിട്ട് അവിടെ ഒരു പോളിപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ അത് ഒരു പുതിയ കോളനി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോളിപ്പ് ഫോമിൽ നിന്ന് ഒരു മെഡൂസ ഫോം ഉണ്ടായി, മെഡൂസ ഫോമിൽ നിന്ന് പോളിപ്പ് ഫോം ഉണ്ടായി. അതിനെയാണ് എന്ത് പറയുക? മെറ്റാജെനസിസ് അഥവാ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമ്മൾ സിലിൻഡ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. സിലിൻഡ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സിലിൻഡ്രേറ്റയെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഹൈഡ്രോസോവ, സ്കൈഫോസോവ, അന്തോസോവ. ഹൈഡ്രോസോവയ്ക്ക് എക്സാമ്പിൾസ് ഹൈഡ്ര, ഫൈസാലിയ. ഫൈസാലിയ നമുക്കറിയാം, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അല്ലെ? പോർച്ചുഗീസ് പടയാളി എന്നറിയപ്പെടുന്ന ജീവിയാണ് ഫൈസാലിയ. ദെൻ വെല്ലല്ല, പോർപിറ്റ, ഹാലിസ്റ്റെമ മുതലായവയാണ് ഹൈഡ്രോസോവിക് എക്സാമ്പിൾസ്. സ്കൈഫോസോവിക് എക്സാമ്പിൾസ് ആണ് ഒറീലിയ, റൈസോസ്റ്റോമ, ലൂസനേറിയ, പെരികോപ്പ, ദെൻ പെരിഫില്ല മുതലായവയാണ് സ്കൈഫോസോവിക് എക്സാമ്പിൾസ്. ആന്തോസോവിക് എക്സാമ്പിൾസ് ഗോർഗോണിയ, അഡാംസിയ, മാൻട്രീന, മെട്രിഡിയ, മാട്രിപ്പോറ മുതലായവയാണ്. അപ്പൊ നമുക്ക് ഈ ഓരോ വിഭാഗത്തെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്ക്യൂസ് മീ, സോറി. ഹൈഡ്രോസോവ. ചില ഹൈഡ്രോസോവകൾ കോളനികളായിട്ടാണ് കാണപ്പെടുക. ഈ ഹൈഡ്രോസോവയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവ കൂടുതലായിട്ടും മെറൈനും ഫ്രഷ് വാട്ടറും വിഭാഗത്തിൽപ്പെടുന്ന ആണ്. ഇവിടെ മിസോഗ്ലിയയുടെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബോഡി ഫോംസ് ഏതൊക്കെയാണെന്നുള്ളതിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ വരിക. അപ്പൊ മിസോഗ്ലിയ എസെല്ലുലർ ആണ് ഏതില്? ഹൈഡ്രോസോവയില്. മിസോഗ്ലിയ എവിടെയാ കാണുന്നത്? ബോഡി വോളിൽ അല്ലെ? എപ്പിഡെർമിസിന്റെയും അതുപോലെ തന്നെ ഗ്യാസ്ട്രോഡെർമിസിന്റെയും ഇടയ്ക്കായിട്ടാണ് മിസോഗ്ലിയ കാണുക. ആ മിസോഗ്ലിയ ലെയർ എസെല്ലുലാർ ലെയർ ആയിരിക്കും ഹൈഡ്രോസോവയില്. ഇവയ്ക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള ശരീരരൂപങ്ങളുണ്ട്. മെഡൂസയും പോളിപ്പും ഉണ്ട്. പക്ഷെ പ്രബലമായിട്ടുള്ള രൂപം പോളിപ്പാണ്. ഇതിന്റെ 2 രൂപങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പോളിപ്പുകളാണ് മെജോറിറ്റി ആയിട്ട് കാണുക. നെമാറ്റോസിസ്റ്റുകളുള്ള നീളമുള്ള ടെന്റക്കിളുകൾ ഇവയ്ക്ക് ഉപരിതലത്തിന് താഴെയുള്ള ഭക്ഷണം പിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് പ്ലാനുല ലാർവകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി സമുദ്രജീവികൾ, മെറൈൻ ഫോംസിൽ നമുക്ക് ഹൈഡ്രോസോവനെ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ 3 പാളികളിലും കാണും. അതായത് ചിലത് ഉപരിതലത്തിൽ വസിക്കുന്നവയുണ്ട്. ഫൈസാലിയ, വെല്ലല മുതലായവ ഫ്ലോട്ടിംഗ് ആയിട്ടാണ് കാണപ്പെടുക. സമുദ്രജലത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്നാണ് ഇവരെ കാണാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കൂട്ട ഹൈഡ്രോസോവകൾ പെലാജിക് മേഖലയിലാണ് കാണുക. അതായത് മധ്യജല മേഖലയിലാണ് കാണുക. മിഡിൽ കോളം, വാട്ടർ കോളത്തിന്റെ മിഡിൽ പോർഷനിലാണ് കാണുക. ഇവയുടെ നീളമുള്ള ടെന്റക്കിളുകൾ മുന്നോട്ട് നീങ്ങാനും ആവശ്യമുള്ളപ്പോൾ വേഗത്തിൽ താഴേക്ക് താഴാനും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രോസോവകൾ ഏറ്റവും ബോട്ടം ഡ്വെല്ലേഴ്സ് ആണ്. അടിത്തട്ടിലാണ് കാണപ്പെടുക. അതായത് കടൽ തീരത്ത് സാധാരണയായി പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച് കാണപ്പെടും. ഇവയുടെ ഒരു ഉദാഹരണമാണ് പവിഴപ്പുറ്റുകൾ. ഹൈഡ്രോസോവയുടെ ഉദാഹരണങ്ങളാണ് ഹൈഡ്ര, ട്യൂബിലേറിയ, ഒബീലിയ, ഫൈസാലിയ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്ര, ദെൻ ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്ന ജീവിയാണിത്. ദെൻ വെല്ലല,
ബൈ ദ വിൻഡ് സെയിലർ എന്നറിയപ്പെടുന്ന ഒരു കണ്ടില്ല, ഒരു പായ്ക്കപ്പലിന്റെ ഷേപ്പ് അല്ലേ ഇതിന്. അപ്പൊ അതുകൊണ്ടാണ് ബൈ ദ വിൻഡ് സെയിലർ എന്നാണ് ഇതറിയപ്പെടുക. ദെൻ ബ്ലൂ ബട്ടൺ എന്നറിയപ്പെടുന്ന പോർപിറ്റ, പിന്നെ കോറൽസ്. അടുത്തതാണ് സ്കൈഫോസോവ അല്ലെങ്കിൽ സ്കൈഫോ മെഡൂസ എന്നാണ് ഇവർ അറിയപ്പെടുക. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇവര് മെജോറിറ്റി എങ്ങനെ ഏത് ഫോമിലായിരിക്കും കാണുക? മെഡൂസ ഫോമിലാണ് ഇവര് കാണപ്പെടുക. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ മാത്രം കാണപ്പെടുന്നത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഒരു ഫോംസ് ആണ് സ്കൈഫോസോവ എന്ന് പറയുന്നത്. ഇവ കൂടുതലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതും സ്വതന്ത്രമായി നീന്തുന്നതുമായിട്ടുള്ള ജീവികളാണ്. സ്കൈഫോസോവയിലെ മെഡൂസ ഒരു കുടയുടെയോ വലിയ മണിയുടെ ആകൃതിയോട് സാമ്യമുള്ളതാണ്. ഈ ജീവികളിൽ പോളിപ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ വളരെ ചെറിയൊരു കാലഘട്ടത്തിലേക്ക് മാത്രമേ ഇവരുടെ പോളിപ്പ് നിലനിൽക്കത്തുള്ളൂ. മെജോറിറ്റി ഇവരുടെ ലൈഫ് സൈക്കിളിൽ മെജോറിറ്റി ഫോംസും കാണപ്പെടുന്നത് എങ്ങനെയാണ്? മെഡൂസ ഫോമിലാണ് കാണപ്പെടുന്നത്. അതുപോലെ മീസോഗ്ലിയ സെല്ലുലാർ ടൈപ്പാണ്, കുറച്ചൊരു കോശ സ്വഭാവമുള്ള മീസോഗ്ലിയാണ് കാണപ്പെടുക. സ്കൈഫോസോവയുടെ എക്സാമ്പിളിൽ വരുന്നതാണ് റൈസിസ്റ്റോമ. റൈസിസ്റ്റോമ എന്ന് പറയുന്ന ബാരൽ ജെല്ലി. കോമൺ ആയിട്ടും സ്കൈഫോസോമ എന്ന് പറയുന്നത് മെഡൂസ ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. ജെല്ലി ഫിഷസ് ആണ് ഇതിനകത്ത് വരിക. റൈസിസ്റ്റോമ അറിയപ്പെടുന്നത് ബാരൽ ജെല്ലി എന്നാണ് അറിയപ്പെടുക. ഒറീലിയ ഒറീറ്റിയാണ് നമ്മുടെ സാധാരണ കോമൺ ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്ന ജീവി. ദെൻ ലൂസർനേറിയ എന്ന് പറയുന്നത് സ്റ്റോക്ക്ഡ് ജെല്ലി ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ആന്തോസോവ അഥവാ ആക്ടിനോസോവയാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. ഈ ജീവികള് സമുദ്ര ആവാസ വ്യവസ്ഥയിൽ മാത്രം പെടുന്നു, അതായത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഫോംസ് ആണ് ആന്തോസോവയും. ഇവയുടെ ജീവിത രീതികൾ കൊളോണിയൽ അല്ലെങ്കിൽ ഏകാന്തമാണ്. ചിലത് കൊളോണിയൽ ആയിട്ട് കാണപ്പെടും, ചിലത് ഇൻഡിവിജ്വൽ ആയിട്ട് കാണപ്പെടും. ഈ ജീവികൾക്ക് മെഡൂസ ഇല്ല, ഇവര് പോളിപ്പ് ഫോമിലാണ് കാണപ്പെടുക. അപ്പൊ ഹൈഡ്രോസോവ പോളിപ്പും മെഡൂസയും കാണിക്കുന്നു. ദെൻ സ്കൈഫോസോവ മെഡൂസ ഫോംസ് ആണ് കാണിക്കുക. ആന്തോസോവ എങ്ങനെയാണ്? പോളിപ്പ് ഫോം ആയിരിക്കും കാണുക. അപ്പൊ ഇതില് മെഡൂസ ഇല്ല. ദെൻ ആന്തോസോവയുടെ മിസോഗ്ലിയയില് അമീബോയിഡ് കോശങ്ങളും നാരുകളുള്ള ബന്ധിത കലകളും അടങ്ങിയിരിക്കുന്നു. അപ്പൊ മിസോഗ്ലിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണ്? അമീബോയിഡ് സെല്ലുകളും അതുപോലെ ഫൈബേഴ്സും കാണപ്പെടും. ഓക്കെ, ഫൈബ്രസ് ടിഷ്യൂസും കാണപ്പെടുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവയ്ക്ക് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവ എല്ലാം സെയിം സെക്സിൽ പെടുന്നതല്ല, അതായത് ഓരോ ജീവിയും ഓരോ സെക്സിൽ പെടുന്നതല്ല. ചിലത് ഹെർമോഫ്രോഡൈറ്റിക്കും ആണ്. ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് കാണുന്നത് സെയിം ജീവിയിലാണെങ്കിൽ അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. ആന്തോസോവ അതിന്റെ മൃദുവായ ശരീരകലകളെ സംരക്ഷിക്കുന്നതിന് ശരീരത്തിന് ചുറ്റും പുറത്തും ജീവനില്ലാത്ത വസ്തുക്കൾ സ്രവിച്ചുകൊണ്ട് ശരീരത്തിന് താങ്ങ് നൽകുന്നു. അതായത് നമ്മൾ കണ്ടായിരുന്നു, കോറൽസ് കാൽസ്യം കാർബണേറ്റ് പോലുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ആന്തോസോവയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോറൽസിന്റെ ഗ്രൂപ്പാണ്. അവ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂസ് ആണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പുറത്ത് ജീവനില്ലാത്ത വസ്തുക്കൾ, അതായത് മിനറൽസ് കൊണ്ടിട്ടുള്ള ഒരു കവറിങ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരീരത്തിന് താങ്ങ് നൽകുന്നു. ആന്തോസോവകൾക്ക് വ്യത്യസ്ത രൂപഭാവങ്ങൾ ഉണ്ടാകും. വളരെ ചെറിയ, അതായത് 1/2 ഇഞ്ച് മുതൽ ഏകദേശം 2 അടി വരെ വിസ്തൃതിയുള്ള കടൽപ്പേനകൾ വരെയൊക്കെയുള്ള വലിയ കൂട്ടങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. അതായത് ജീവികൾ വലിപ്പത്തിൽ വളരെ വ്യത്യസ്തരായിരിക്കും. അതുപോലെ തന്നെ വൈവിധ്യമായ നിറങ്ങളുള്ളവരുമാണ് കേട്ടോ ഇവര്. ചുവപ്പ്, പർപ്പിൾ, വെള്ള, മഞ്ഞ, നീല, വയലറ്റ് തുടങ്ങി വൈവിധ്യമാർന്ന നിറങ്ങളും ഉണ്ടാകും. ആന്തോസോവയുടെ എക്സാമ്പിൾസിൽ വരുന്നതാണ് സെനിയ, ടെലിസ്റ്റോ, മെട്രിഡിയം, ട്യൂബിഫോറ മുതലായവ. അവിടെ ഒരു മാൻഡ്രീന എന്ന് പറയുന്ന ബ്രെയിൻ കോറൽ എന്നറിയപ്പെടുന്ന കോറലാണ് ഇത്. ഇത് മാഡ്രിപ്പോറ, അതായത് ഹോൺ കോറൽ എന്നറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഒരു മാനിന്റെ ഒക്കെ കൊമ്പ് പോലെയൊക്കെ അല്ലേ കാണുന്നത്. ഹോൺ കോറൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് മാഡ്രിപ്പോറ. ഓക്കെ, ഇത് ബ്രെയിൻ കോറൽ, മാൻഡ്രീന എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് സിലിണ്ടറിയുടെ കുറച്ച് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അവരുടെ കോമൺ നെയിംസ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിംസും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ചിലത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അഡാംസിയ നമുക്ക് എല്ലാവർക്കും അറിയാം, സിയാനിമോൺ, കടൽ പൂവ് എന്നറിയപ്പെടുന്ന സിയാനിമോൺ ആണ് അഡാംസിയ. ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അല്ലെ, പോർച്ചുഗീസ് പടയാളി എന്നറിയപ്പെടുന്ന ജീവിയാണ് ഫൈസാലിയ. വെള്ളല ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈ ദ വിൻഡ് സെയിലർ എന്നറിയപ്പെടുന്ന ജീവിയാണ് വെള്ളല എന്ന് പറയുന്നത്. ദെൻ ബ്ലൂ ബട്ടൺ എന്നറിയപ്പെടുന്നത് പോർപിറ്റ. ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്നത് ഒറീലിയ.
റൈസോസ്റ്റോമ അറിയപ്പെടുന്നത് ബാരൽ ജെല്ലി ഫിഷ് എന്നാണ്. ലൂസർനേറിയ സ്റ്റാക്ഡ് ജെല്ലി ഫിഷ് എന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് നോക്കുക. മെട്രിഡിയം ഫ്രിൽഡ് അനിമോൺ എന്നാണ് അറിയപ്പെടുക. ദെൻ മാൻഡ്രീന ബ്രെയിൻ കോറൽ എന്നാണ് അറിയപ്പെടുന്നത്. മാഡ്രിപോറ പോൺ കോറൽ എന്നറിയപ്പെടുന്നു. പെന്നാറ്റുല സീ പെൻ എന്ന് അറിയപ്പെടുന്നു. ഗോർഗോണിയ സീ ഫാൻ എന്നറിയപ്പെടുന്നു. ഒബീലിയ സീ ഫാൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ സീലൻഡ്രേറ്റയുടെ ഒരു കോമൺ നെയിംസ് ഒക്കെ വെച്ചിട്ട് പഠിക്കേണ്ട എക്സാമ്പിൾസ്. എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ അല്ലേ? നമുക്ക് HSI പഠനം രസകരമാക്കാം. ഇനിയും HSIയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ബ്രെയിനി ബയോളജിസ്റ്റ് എന്ന ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. HSIക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. See you in my next video. Bye.